ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുസഭാമാതാവിനോട് ചേർന്ന് നാം ഇന്ന് തപസ്സുകാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും പരിത്യാഗ പ്രവർത്തികളിലൂടെയും ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുവാനും ക്രിസ്തുവിനോട് ചേർന്നിരിക്കുവാനും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ദിനങ്ങളാണ് തപസ്സുകാലത്തിൻ്റെ ദിനങ്ങൾ. ഇന്നത്തെ തിരുവചന വായനാ ഭാഗങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം കാണുക ക്രിസ്തുവിലേക്കുള്ള നമ്മുടെ യാത്രയെ പറ്റിയുള്ള ചിന്തകളാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായനയായ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രാഹത്തെ വിളിക്കുന്ന ദൈവത്തെ നാം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ഒറ്റ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് തനിക്കുണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവം കാണിച്ചു കൊടുത്ത ഒരു ദേശത്തേക്ക് പോകുന്ന അബ്രാഹത്തിനെയാണ് നാം ഇവിടെ കാണുക. തപസ്സുകാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ഇതുതന്നെയാണ്. നമ്മുടെ വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പഴയകാല മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി മുൻപോട്ട് നീങ്ങി ക്രിസ്തുവിനെ ധരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ പഴയകാല ജീവിത അവസ്ഥകൾ ഒരുപക്ഷെ പാപത്തിൻ്റേതാകാം, മറ്റ് പല ചിന്തകളുടേതാകാം, വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ ഒക്കെ ചിന്തകളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ മനുഷ്യനായി ക്രിസ്തുവിലേക്ക് യാത്രയാകുവാൻ തപസ്സുകാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിന് നമ്മെ സഹായിക്കുന്നതാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും ഉപവാസ ജീവിതവും പരിത്യാഗ പ്രവർത്തികളും. അബ്രാഹത്തെ പോലെ പഴയകാല മനുഷ്യനെ പഴയതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും നമ്മുടെ ഈ മുമ്പോട്ടുള്ള യാത്രയിൽ നമുക്ക് ശക്തി പകരേണ്ടത് കർത്താവിലുള്ള പ്രത്യാശയാണ് എന്ന് പ്രതിവചന സങ്കീർത്തന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അവിടുത്തെ കരുണയിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് നീങ്ങുവാനായിട്ട് സാധിക്കണം. അതിന് നമുക്ക് ശക്തി പകരുന്നത് കർത്താവിൻ്റെ വചനവും അവിടുന്ന് ചെയ്ത പ്രവർത്തികളുമാണെന്നും പ്രതിവചന സങ്കീർത്തന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വീണ്ടും ഇന്നത്തെ രണ്ടാമത്തെ വായനയിലൂടെ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുക നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയിൽ നമുക്ക് ഒത്തിരിയേറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ കടന്നു വന്നേക്കാം എന്നുള്ളതാണ്. ഈ പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് കർത്താവിൽ പ്രത്യാശ വെച്ച് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന കൃപാവരങ്ങൾ, നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ആ സ്വർഗീയ സന്തോഷത്തിൽ എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളൊരു പുതിയ വഴി തിരഞ്ഞെടുക്കുമ്പോൾ, ക്രിസ്തുവിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മെ പിന്തിരിപ്പിക്കുവാനായിട്ട് ഒത്തിരി വ്യക്തികൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ നിന്നാകാം, സമൂഹത്തിൽ നിന്നാകാം, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്നാകാം. എന്നാൽ അവയൊക്കെ തരണം ചെയ്താൽ മാത്രമേ നമുക്ക് മുൻപോട്ട് നീങ്ങുവാനായിട്ട് സാധിക്കുകയുള്ളൂ, ക്രിസ്തുവിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ മത്തായി സുവിശേഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുക കർത്താവിൻ്റെ രൂപാന്തരീകരണത്തെ പറ്റിയാണ്. ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന, തങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഏതൊരുവനും സാധ്യമാകുന്ന ദൈവിക ദർശനത്തെ പറ്റിയാണ് സുവിശേഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുക. മലമുകൾ എപ്പോഴും നമ്മെ ഓർമ്മപ്പെടുത്തുക ദൈവിക സാന്നിധ്യമാണ്. ഭൂമിയിൽ നിന്നും മലമുകളിലേക്ക് കയറിപ്പോകുന്ന ഈശോയുടെ ശിഷ്യന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുക തങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് ദൈവിക സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്ന ഓരോ വ്യക്തികളെയുമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒരു പുതിയ മനുഷ്യനായി തീരുവാനായിട്ട് നാം തയ്യാറെടുക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും പ്രായശ്ചിത്ത പ്രവർത്തികളിലൂടെയും ഒക്കെ ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഭൂമിയിൽ നിന്നും ദൈവിക സന്നിധിയിലേക്ക് കടന്നു ചെന്നപ്പോഴാണ് ആ ദൈവിക സാന്നിധ്യം, ദൈവിക ദർശനം അവർക്ക് സാധ്യമായത്. ഈ തപസ്സുകാലവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇതുതന്നെയാണ്. നമ്മുടെ ഉള്ളിലെ പഴയ മനുഷ്യനെ മാറ്റിക്കൊണ്ട് ദൈവിക സാന്നിധ്യത്തിലേക്ക് കടന്നു ചെല്ലുവാനും ക്രിസ്തുവിനെ സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കണം. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ അബ്രഹാം തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോയപ്പോൾ അവനൊരു അനുഗ്രഹമായിട്ട് തീർന്നു. വീണ്ടും അപ്പോസ്തലന്മാർ തങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ
പിന്തുടർന്നപ്പോൾ അവർക്ക് ഈ ദൈവിക ദർശനം സാധ്യമായി. നമ്മുടെ അനുദിന ജീവിതത്തിലും നാം പ്രാവർത്തികമാക്കേണ്ടതും ഇത് തന്നെയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലെ പഴയ മനുഷ്യനെ മാറ്റിക്കൊണ്ട് പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ഒരു പുതിയ മനുഷ്യനായിട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ നമുക്ക് സാധ്യമാകണം. അപ്പോൾ പത്രോസിനെ പോലെ നമുക്കും പറയാനായിട്ട് സാധിക്കും, ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഈ തപസ്സുകാലത്തിൽ നമ്മുടെ ഒരു പ്രാർത്ഥന അതായിരിക്കട്ടെ, ഒരു പുതിയ മനുഷ്യനായിട്ട് തിരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി പ്രത്യേകമാംവിധം നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.